നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നമസ്കാരം. ശ്രീ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ശ്രീമൻ നാരായണീയം കാന്തിക സ്വാധീനമുള്ള ഒരു വിശുദ്ധ കാവ്യമാണ്. ആത്മാർത്ഥമായ ഭക്തിയോടും സമർപ്പണത്തോടും നിത്യം നാരായണീയം ജപിക്കുന്ന ഭക്തന് ദീർഘായുസ്, ആരോഗ്യം, സന്തോഷം എന്നിവ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നു. നാരായണീയത്തിലെ പ്രധാന സന്ദേശം തന്നെ ആയുരാരോഗ്യ സൗഖ്യമാണ്. മനസ്സും ശരീരവും ആരോഗ്യമുള്ളതായിരുന്നാൽ മാത്രമേ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നല്ല ഭക്തിയും ഉണ്ടാവൂ. അതിലൂടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. മനസമാധാനമില്ലായ്മയാണ് ഭൂരിഭാഗം അസുഖങ്ങൾക്കും കാരണം. മനസ്സ് നല്ലതായാൽ എല്ലാം നന്നായി. അങ്ങനെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം പകരുന്ന മഹത് കാവ്യമാണ്, പ്രാർത്ഥനയാണ് നാരായണീയം. നാരായണീയം നിത്യം പാരായണം ചെയ്യുന്നത് വളരെയേറെ ശ്രേഷ്ഠമാണ്. എന്നാൽ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും മുഴുവൻ ചൊല്ലാൻ സാധിച്ചില്ലെന്നിരിക്കും. സാധിക്കുമെങ്കിൽ നിത്യവും ഒരു ദശകമോ അതുമല്ലെങ്കിൽ ഒരു ശ്ലോകമോ ചൊല്ലുവാൻ ശ്രമിക്കുക. ശ്രീമൻ നാരായണീയം ദശകം 63 ഗോവർദ്ധനോദ്ധാരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ദദൃശിരേ കില തക്ഷണമക്ഷതസ്തനിത ജൃംഭിത കമ്പിത ദിക്തടാഃ സുഷമയാ ഭവദംഗതുലാം ഗദാ വ്രജപദോ പരിവാരിധരാസ്ത്വയാ വിപുലകരകമിശ്രൈസ്തോയധാരാനിപാതൈഃ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേ കുപിതഹരികൃതാന്ന പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാ ബിഭീതേത്യഭാണീഃ കുല ഇഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോർവിഹതിമിഹ സരുന്ധ്യാത് കോന്നു വസംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമുലോ മൂലദോ ബാലദോർഭ്യാം തദനു ഗിരിവരസ്യ പ്രോദ്ധൃതസ്യാസ്യ താവത് സികതിലമൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാൻ ധേനുകോപാനധസ്താം ഉപനിദധദധത്ത ഹസ്തപദ്മേന ശൈലം ഭവതി വിധൃതശൈലേ ബാലികാഭിർവയസ്യൈരവിവിഹിതവിലാസം കേളിലാപാദിലോലേ സബിധമിളിതധേനുരേകഹസ്തേന കണ്ഡൂയതി സതി പശുപാലാസ്ത്വോഷമൈഷന്ദ സർവേ അതിമഹാൻ ഗിരിരേഷ തു വാമകെ കരസരോരുഹിതം ധരതേ ചിരം കിമിദമദ്ഭുതമദ്രിബലം ന്വിതി ത്വദവലോകിഭിരാകധി ഗോപകൈഃ അഹഹ ധാർഷ്ട്യമമുഷ്യ വടോർഗിരിം വ്യഥിതബാഹുരസാവവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസസപ്തകമുഗ്രമവർഷയത് അചലതി ത്വയി ദേവപദാത്പദം ഗളിത സർവജലേ ച ഘനോത്കരേ അപഹൃദേ മരുതാം പതിസ്ത്വദഭിശങ്കിതധീഃ സമുപാദ്രവത് ശമമുപേയുഷി വർഷഭരേ തദാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ ധരണിമേവ പുരാധൃതവാനസി ക്ഷിതിധരോധരണേ തവ കശ്രമഃ ഇതി നുദസ്ത്രിദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗതാത്. അർത്ഥം: ദദൃശിരേ കില തക്ഷണമക്ഷതസ്തനിത ജൃംഭിത കമ്പിത ദിക്തടാ.
സുഷമയാ ഭവദംഗതുലാം ഗതാ വ്രജപദോപരിവാരിധരാസ്ത്വയ. അമ്പാടിയിലാകെ ഇടവിടാതെ 8 ദിക്കും വിറപ്പിക്കുന്ന രീതിയിലുള്ള ഇടിമുഴക്കവും മഴയും ഭഗവാന്റെ ശരീരത്തെ ശോഭിക്കുന്ന രീതിയിലുള്ള ഇടിമിന്നലും കണ്ടു തുടങ്ങി. വിപുലകര കമിശ്രൈസ്തോയധാരാനിപാതൈഹി ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനെ കുപിതഹരികൃതാന്ന പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വൻ മാ ബിഭീതേത്യഭാണീഹി. ആലിപ്പഴം പോലെ ധാരമുറിയാതെ പെയ്യുന്ന മഴയാൽ ഗോപാലവൃന്ദം വല്ലാതെ വലഞ്ഞു കഷ്ടത്തിലായി. ഇന്ദ്രകോപത്താലുള്ള ഇടിയും മഴയും കണ്ട് ഭയന്ന് ഈ കഷ്ടപ്പാടിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള കരച്ചിൽ കേട്ട് ആരും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ അവരെ സമാധാനിപ്പിച്ചു. കുല ഇഹ ഖലു ഗോത്രോ ദൈവതം ഗോത്രശത്രോർ വിഹതിമിഹ സരുന്ധ്യാത് കോനുവ സംശയോസ്മിൻ ഇതി സഹസിതവാദീ ദേവ ഗോവർദ്ധനാദ്രിം ത്വരിതമുദമുമുലോ മൂലതോ ബാലദോർഭ്യാം. ഈ ഗോകുലത്തിൻ്റെ പരദേവതയാണ് ഗോവർദ്ധനം. ഇന്ദ്രൻ്റെ ഉപദ്രവത്തെ ഗോവർദ്ധനം തടുത്തുകൊള്ളും. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് സംശയം എന്ന് ഭഗവാൻ ചിരിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് തൻ്റെ തൃക്കൈകളാൽ ഗോവർദ്ധനത്തെ അടിയോടെ ഇളക്കിയെടുത്തു. തദനു ഗിരിവരസ്യ പ്രോധൃതസ്യാസ്യ താവത് സികതില മൃദുദേശേ ദൂരതോ വാരിതാപേ പരികര പരിമിശ്രാൻ ധേനുഗോപാനധസ്താം ഉപനിദധദധത്ത ഹസ്തപത്മേന ശൈലം. അങ്ങനെ തൻ്റെ തൃക്കൈയിൽ ഉയർത്തിപ്പിടിച്ച ഗോവർദ്ധനത്തിൻ്റെ പരന്ന അടിത്തട്ടിൽ മഴയോ ഇടിയോ ഏൽക്കാതെ എല്ലാ വീട്ടുസാധനങ്ങളെയും ജനങ്ങളെയും കന്നുകാലികളെയും ഒതുക്കി നിർത്തി തൻ്റെ തൃക്കൈയാൽ താങ്ങിക്കൊണ്ടു നിന്നു. ഭവതി വിധൃതശൈലേ ബാലികാഭിർ വയസ്യൈരപി വിഹിതവിലാസം കേളിലാപാതിലോലെ സവിധമിളിതധേനുരേഖഹസ്തേന കണ്ടൂയതി സതി പശുപാലാസ്തോഷമൈഷന്ത സർവേ. അങ്ങനെ പർവ്വതത്തെ താങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഗോപീജനങ്ങളോടും ഗോപാലന്മാരോടും മറ്റെല്ലാ ജനങ്ങളോടും ലീലകളാടി നേരം പോക്കുകൾ പറയുകയും തൻ്റെ അടുത്ത് വന്ന് ഉരുമ്മി നിൽക്കുന്ന പശുക്കൾക്ക് കൈകൊണ്ട് തലോടിയും ചൊറിഞ്ഞും കൊടുക്കുകയും ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അതിമഹാൻ ഗിരിരേഷത്തു വാമകെ കരസരോരുഹി തം ധരതേ ചിരം കിമിതമദ്ഭുതമദ്രിബലം ന്വിതി ത്വദവലോകിഭിരാകധി ഗോപകൈഹി. ഇത്ര ഭീമാകാരമായ പർവ്വതത്തെ നമ്മുടെ കണ്ണൻ എത്ര നേരമായി താങ്ങി നിൽക്കുന്നു. എന്തൊരത്ഭുതമാണ്! പർവ്വതത്തിൻ്റെ ശക്തിയാണോ ഇത് എന്നെല്ലാം ഭഗവാനെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു. അഹഹ ധാർഷ്ട്യമമുഷ്യ വടോർഗിരിം വ്യഥിത ബാഹുരസാവരോപയേത് ഇതി ഹരിസ്ത്വയി ബദ്ധവിഗർഹണോ ദിവസസപ്തകമുഗ്രമവർഷയത്. ഈ ചെറുക്കൻ്റെ ഒരു അഹങ്കാരം കൈവേദനിക്കുമ്പോൾ തനിയെ പർവ്വതത്തെ താഴെ വെച്ചുകൊള്ളും എന്ന് നിന്ദയോടെ ഭഗവാനെ നോക്കി പറഞ്ഞിട്ട് ഇന്ദ്രൻ 7 ദിവസം അതിഘോരമായ മഴ പെയ്ച്ചു. അചലതി ത്വയി ദേവ പദാത്പദം ഗളിത സർവജലേ ച ഘനോത്കരേ അപഹൃതേ മരുത മരുതാം പതിസ്ത്വദഭിശങ്കിതധീ സമുപാദ്രവത്. ഭഗവാൻ അവിടെ നിന്ന് ഒരടി പോലും അനങ്ങാതെയിരിക്കുകയും വെള്ളമെല്ലാം പെയ്തു തീർന്ന മേഘങ്ങളെ കാറ്റിൽ പറത്തിക്കളയുകയും ചെയ്തപ്പോൾ ഇന്ദ്രൻ ഭഗവാനെ പേടിച്ച് ഓടിപ്പോയി. ശമമുപേയുഷി വർഷഭരേ തഥാ പശുപധേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. അതോടെ പെരുമഴ മാറി ഗോപന്മാരും പശുക്കളും പുറത്തു വന്നു. പർവ്വതത്തെ താഴെ ഇറക്കി വെച്ച ഭഗവാനെ ഗോപന്മാർ ആനന്ദത്തോടെ ആലിംഗനം ചെയ്തു. ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ ക ശ്രമഃ ഇതി നുദസ്ത്രിദശൈ കമലാപദേ ഗുരുപുരാലയ പാലയ മാം ഗതാത്. അല്ലയോ ലക്ഷ്മീകാന്തനായ ഗുരുവായൂരപ്പ, പണ്ട് വരാഹാവതാരമായി ഭഗവാൻ ഭൂമിയെ തന്നെ ഉയർത്തി. അങ്ങനെയുള്ള അവിടുന്നിന് ഒരു പർവ്വതത്തെ ഉയർത്താൻ എന്തു പ്രയാസമാണുള്ളത് എന്നിങ്ങനെ ദേവകളാൽ സ്തുതിക്കപ്പെട്ട എൻ്റെ ഭഗവാനെ, അടിയനെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ.
നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.